ഭക്തിസാന്ദ്രമാണ് ചക്കുളത്തുകാവ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. ക്ഷേത്രത്തിന്റെ 72 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അർപ്പിക്കാം എന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളിലൊക്കെ തന്നെ പൊങ്കാലയുമായി ആളുകൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ആളുകൾ ഇവിടെ എത്തി സ്ഥലം പിടിക്കുകയും ചെയ്തിരുന്നു. തിരുവല്ല മുതൽ തകഴി വരെയും MC റോഡിൽ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പന്തള റൂട്ടിലും മാന്നാർ, മാവേലിക്കര, മുട്ടാർ, കിടങ്ങര, വിയപുരം, ഹരിപ്പാട് റൂട്ടുകളിലും ഒക്കെ തന്നെ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. പുലർച്ചെ 4 മണി മുതൽ തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ദേവിയെ എഴുന്നള്ളിച്ച് പണ്ടാര പൊങ്കാല അടുപ്പിന് സമീപം എത്തിച്ചേർന്നു. തുടർന്ന് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ മുതൽ തന്നെ ഇവിടെ എത്തിയതാണ്. ഇപ്പോഴിതാ എല്ലാവരും പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ വിറകൊക്കെ കത്താൻ ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് പുക നന്നായി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? മലയൻകീഴ് പാലോട്ടുള്ള. ഇന്ന് വെളുപ്പിലാണ് വന്നത്. എന്താണ് പൊങ്കാല അർപ്പിക്കുന്നത്? എന്താണ് അത് നമ്മളെ വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയും മക്കളുടെ ഭാവിക്ക് വേണ്ടി. ഏതാണ് അർപ്പിക്കുന്നത്? പിന്നെ കടും പായസം. എല്ലാ തവണ എത്താറുണ്ടോ? എല്ലാ തവണയിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മയുടെ നടയിൽ വന്ന് തൊഴുതിട്ടുണ്ട്. അമ്മയുടെ നടയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പൊ മോനെ കല്യാണമൊന്നും ആയില്ല. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ഇത്തവണ കുറച്ച് മഴ കൂടി ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്താണ് അർപ്പിക്കുന്നത് ദേവിക്ക്? ദേവിക്ക് പായസം, കടും പായസം, വെള്ള. മോന് വിവാഹം നടക്കാൻ വേണ്ടിട്ട് നേരത്തെ എത്തി സ്ഥലം പിടിക്കേണ്ടി വന്നു ഇത്തവണ? ഇത്തവണ 1 മണിയായപ്പോ വീട്ടിൽ നിന്ന് പോന്ന. മഴ ചെറിയ തടസ്സമായോ? മഴ ഭയങ്കര തടസ്സമായിരുന്നു. നന്നായി പുക ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന് പ്രത്യേക പോലീസ് വിന്യാസമുണ്ട്. ആംബുലൻസും ആരോഗ്യ സംവിധാനങ്ങളുടെ മറ്റ് സൗകര്യങ്ങളും കുടിവെള്ളം, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങുകൾ, ക്രമീകരണങ്ങൾ അതൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് സുഭാഷ് പിള്ളയ്ക്കൊപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.